മെട്രോമാൻ ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയെ തള്ളി റെയിൽ വിദഗ്ധൻ അലോക് കുമാർ വർമ്മ രംഗത്ത് വന്നു. കേരളത്തിലെ ചിതറിക്കിടക്കുന്ന നഗരങ്ങളിൽ അതിവേഗ റെയിൽവേ അപ്രായോഗികമെന്നാണ് അലോക് വർമ്മ 24 പറഞ്ഞത്. പദ്ധതിക്കായി കണക്കാക്കിയിരിക്കുന്ന തുകയുടെ 3 ഇരട്ടിയിലേറെ തുക യഥാർത്ഥത്തിൽ ചെലവ് വരും. നിലവിലുള്ള റെയിൽവേ പാതകൾ നവീകരിക്കുകയാണ് കേരളത്തിന് പ്രായോഗികമെന്നാണ് അലോക് വർമ്മ 24 പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. If it costs 400 crores per kilometer in Delhi Meerut, how will it cost 1/3 of that in Kerala when the terrain in Kerala is more difficult? It's very simple. In Kerala, the cost may be slightly higher than 400 crores per kilometer because the terrain is much more difficult there because of backwaters and hilly terrain in the between Tirur and Kannur, that area. This appears to be the most logical and most techno-economically viable solution, that you improve the existing track, raise the speed and raise the capacity, and it can be done in just about 3 to 4 years. കേരളത്തിലെ ടെറൈൻ കൂടുതൽ തുക ചെലവാക്കാൻ ഉപകരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. മാത്രമല്ല, ഈ അലോക് വർമ്മ പറയുന്ന കാര്യം നമ്മൾ സീരിയസ് ആയി ചിന്തിക്കണമെന്ന് തോന്നുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മറ്റൊക്കെ എന്തൊക്കെയാണ്? കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി, ആ പദ്ധതിയുടെ ഫീസിബിലിറ്റി പഠനം നടത്തിയ സംഘാംഗമാണ് ഡോക്ടർ അലോക് കുമാർ വർമ്മ. ഈ സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ തത്വത്തിൽ തള്ളിയ പശ്ചാത്തലത്തിൽ 2 പദ്ധതികളാണ് നിലവിലിപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ RRTS പദ്ധതി, ഒപ്പം തന്നെ ഡോക്ടർ ഇ ശ്രീധരൻ മുന്നോട്ട് വച്ചിരിക്കുന്ന അതിവേഗ റെയിൽപാത എന്നിവ. ഇവ രണ്ടും കേരളത്തിൽ അപ്രായോഗികം എന്നാണ് അലോക് കുമാർ വർമ്മ 24 പറഞ്ഞത്. അതിൽ പ്രധാനമായും അദ്ദേഹം 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ ഉള്ളത് ചിതറിക്കിടക്കുന്ന ജനസംഖ്യയാണ്. നഗരപ്രദേശങ്ങളിൽ പോലും പരമാവധി 5 മുതൽ 10 ലക്ഷം വരെ ജനങ്ങൾ മാത്രമാണ് ഉള്ളത്. അത്തരത്തിലുള്ള നഗരങ്ങളിൽ ജനങ്ങൾ കൂടുതലായി റോഡ് ഉപയോഗിക്കാനാണ് താല്പര്യപ്പെടുക. അത് മുൻപ് പല നഗരങ്ങളിലും അത് കണ്ടതാണ്. മറ്റൊന്ന്, കേരളത്തിൽ ഈ പദ്ധതിക്കായി വരുന്ന ചെലവാണ്. ഭൂമി ഏറ്റെടുക്കൽ മുതൽ തന്നെ ചെലവേറിയതാണ്. ഇതുകൂടാതെ തന്നെ എലിവേറ്റഡ് പാതകളാണെങ്കിൽ പോലും അതിന് ചെലവേറും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഡോക്ടർ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയിൽ 56,000 കോടി രൂപയാണ് പദ്ധതിക്കായി ഏറ്റവും ചെലവ് വരും എന്ന് കണക്കാക്കുന്നത്. എന്നാൽ സിൽവർ ലൈൻ പദ്ധതിക്ക് പോലും 63,000 കോടി രൂപയോളം കണക്കാക്കിയിരുന്നു. ആ തുകയുടെ ഇരട്ടിയിലേറെയെങ്കിലും അതിനായി ചെലവ് വരും എന്ന് ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ ഇ ശ്രീധരൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഇത്ര കുറഞ്ഞ തുകയ്ക്ക് ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറയുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുമാണ് അലോക് കുമാർ വർമ്മ പറയുന്നത്. കാരണം ഡൽഹി മീററ്റ് RRTS പോലും കിലോമീറ്ററിന് 400 കോടി രൂപ ചെലവ് വന്നിരുന്നു. കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ ഭൗമശാസ്ത്ര പ്രത്യേകതകൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നും വടക്കൻ പ്രദേശങ്ങളിൽ മലകളും കുന്നുകളുമുള്ള മേഖലയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള എലിവേറ്റഡ് പാതകൾ നിർമ്മിക്കുമ്പോൾ ചെലവ് കൂടുതലായി വരും. ഡൽഹി മീററ്റ് പാത സമതലത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രായോഗികമായ പ്രശ്നങ്ങൾ ചെലവിൻ്റെ കാര്യത്തിലും ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു അതിവേഗ പാത പ്രാവർത്തികമാക്കണമെങ്കിൽ 2 ലക്ഷം കോടി രൂപയോളം ചെലവ് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പാതകൾ അത് ഇരട്ടിപ്പിക്കുക, ഒപ്പം തന്നെ ഈ വളവുള്ള ട്രാക്കുകളിൽ പോലും വേഗത കുറയ്ക്കാതെ മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗത ആർജിക്കാൻ കഴിയുന്ന ടിൽറ്റിൻ ട്രെയിനുകൾ നടപ്പാക്കുക എന്നിവയാണ് കേരളത്തിൽ പ്രായോഗികമെന്നും, കേരളത്തിലെ നിലവിലുള്ള ട്രാക്കുകളുടെയും ട്രെയിനുകളുടെയും നവീകരണത്തിന് 20,000 കോടി രൂപയായിരിക്കും പരമാവധി ചെലവ് വരിക. അത് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഉയർന്നു വന്നിരിക്കുന്ന ഈ 2 പദ്ധതികളെക്കാൾ കുറഞ്ഞ തുകയാണ് എന്നുമാണ് അലോക് കുമാർ വർമ്മ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.